നമസ്കാരം, ഹോട്ടോക്കിലേക്ക് സ്വാഗതം. സാമ്പത്തിക പരിഷ്കരണ നടപടികൾ രാജ്യത്തിന് സമ്മാനിച്ചത് തളർച്ചയോ വളർച്ചയോ? ഈ സംവാദം തുടരുന്നു. നമുക്കിപ്പം പ്രൊഫസർ കെ അരവിന്ദാക്ഷനും ഡോക്ടർ എസ് ശാന്തകുമാറും തുടരുന്നുണ്ട്. പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ സൂചിപ്പിച്ചത് സോളാർ തട്ടിപ്പ് കേസാണ് നമ്മൾ സംസാരിച്ച വിഷയം. സോളാർ തട്ടിപ്പ് കേസിൽ ഉപയോഗിക്കപ്പെട്ട പണം, ബ്ലാക്ക് മണി, കള്ളപ്പണമുണ്ട് എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ കള്ളപ്പണത്തിൻ്റെ ഉൽപ്പാദനം, അത് സേഫ് ഹെവൻസിൽ കൊണ്ടുപോയി സൂക്ഷിക്കൽ, അത് റീറൂട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരൽ, IPL പോലെയുള്ള ക്രിക്കറ്റ് കമ്പനികളുമായി ബന്ധപ്പെട്ടൊക്കെ ഇത് കേൾക്കാറുണ്ട്. ഇതിൻ്റെ ഉൽപ്പാദനം പോലും, ഇതിൻ്റെ വ്യാപകമായ ഉൽപ്പാദനം പോലും ഒരു പരിധിവരെ ഈ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? അല്ല, അത് തെറ്റാണ്. അത് കാരണം രണ്ട് കാര്യത്തിൽ ഞാനത് 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇപ്പോൾ സോളാർ പാനലുമായിട്ട് വിവാദമായിട്ടുണ്ടായിട്ടുള്ള വിവാദം ഒരു തരത്തിൽ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാദത്തെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ചും ഒരു ഭരണകൂടത്തിൻ്റെ ചില പൊളിറ്റീഷ്യൻസൊക്കെ ഇൻവോൾവ് ആണെന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ സമൂഹം അത് കാര്യമായി ഡിസ്കസ് ചെയ്യുന്നത് നല്ലത്. ഇംഗ്ലീഷിലൊരു എക്സ്പ്രഷൻ, ഫോർവാൺഡ് ഈസ് ഫോർആംഡ്. ഫോർ വാണിംഗ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ നല്ലതാണ്. ഇപ്പോൾ സൊസൈറ്റി അലേർട്ടായിരിക്കുന്നത് നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 150-200 കോടിയോ 500 കോടിയൊക്കെ ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയാൽ പോലും ജനം ചോദ്യം ചെയ്യാത്തൊരവസ്ഥയിൽ നിന്ന് ഇവിടെ ഇത് ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് അവസ്ഥയാണ്. 2, ഈ പണം നമ്മൾ ഉദാരവൽക്കരണം, ഇതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഒരു റിഫോം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ 1000 പ്രശ്നങ്ങൾ നേരിടും. ഇപ്പോൾ ഇത് അങ്ങനെ വരുമ്പോൾ, ഇപ്പം ഞാൻ താങ്കൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ടാണോ ട്രാഫിക് ജാം ഉണ്ടായത് എന്ന് ചോദിക്കുന്ന പോലെയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളവിടെ ഇറങ്ങണം, നമ്മളിറങ്ങി മുന്നോട്ട്. അപ്പം എന്നെക്കാളും വേറൊരു നല്ല രസകരമായ എക്സാമ്പിൾ പറയാം. നമ്മുടെ സദാചാരവാദികൾ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ പെണ്ണുങ്ങളൊക്കെ പുറത്തിറങ്ങുന്നതുകൊണ്ടാണോ റേപ്പ് ചെയ്യപ്പെടുന്നത്? നമ്മൾ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുകയും രാത്രി 12 മണിക്കും പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുകയും എന്നാൽ അവർ റേപ്പ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മൾ. ദാറ്റ് ഇസ് ഐഡിയൽ സിറ്റുവേഷൻ. നമ്മൾ വർക്ക് ചെയ്യേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ എക്കോണമി ഷുഡ് ബി മച്ച് മോർ എന്താ പറയുക, എനേബിളിംഗ് ആയിട്ടുള്ള എക്കോണമി ആയിരിക്കണം. പക്ഷേ ഈ എക്കോണമിയിൽ നിന്നും നമ്മളൊരു വികസിത രാജ്യം എടുത്തുള്ളൂ. ഏതൊരു വികസിത രാജ്യം എടുത്തിരുന്നാലും ടാക്സ് റേറ്റ് ഇന്ത്യയെക്കാളും വളരെ കൂടുതലാണ്. അവിടെ ടാക്സ് റേറ്റ് ആളുകൾ കൊടുക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ കുറേയേറെ ലിബറലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു മോഡേൺ എക്കോണമി ആയിട്ടില്ല. ആ മോഡേൺ എക്കോണമിയുടെ ഭാഗമാണ് നമ്മൾ ജോലിയെടുക്കുക, നമ്മൾ പണം സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുക, സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ടാക്സായി കൊടുക്കുക, ആ ടാക്സിൽ നിന്ന് സർക്കാർ നമുക്ക് പൊതു സംവിധാനങ്ങൾ ഉണ്ടാക്കി. ലേറ്റസ്റ്റ് ആയിട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് over 2 lakh crore ടാക്സ് അരിയേഴ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മോഡേൺ എക്കോണമിയിലേക്ക് നമ്മൾ ഇനിയും എത്തേണ്ടതുണ്ട്. അതിനുവേണ്ട ശ്രമങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ടതിന് പകരം ഇത് ലിബറലൈസ് ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നതിനകത്ത് അത് വലിയ അർത്ഥമായി. ഇതേ കാര്യത്തിൽ പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ്റെ അഭിപ്രായം, കള്ളപ്പണത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഈ ടൂൾസ്, സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഉപകരണങ്ങൾ എത്രത്തോളം സഹായം നൽകുന്നുണ്ട്? പ്രത്യേകിച്ച് സ്റ്റോക്ക്, ഓഹരിയിൽ നിക്ഷേപിക്കാനുള്ള അവകാശം. ഓഹരി കുംഭകോണം എന്ന് പറയുന്നത് ഞാൻ പറയാം, ആദ്യം 20,000 കോടി 20,000 പോയിന്റിലേക്ക് എത്തിയപ്പോൾ അന്ന് മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ വലിയ സക്സസ് ആണെന്ന് കൊട്ടിക്കൊഴിച്ചില്ലേ? 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഹർഷദ് മേത്ത സ്കാം. ഇപ്പോൾ ആ സ്കാം സ്പ്രെഡ് ചെയ്ത് എവിടം വരെ എത്തി? 2G കടന്നു. കോമൺവെൽത്ത് കഴിഞ്ഞ് ഞാനെപ്പോഴും സംസാരിക്കുമ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, G എന്ന ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വാക്കിനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ 2G. ആ 2G കൊണ്ടുവന്നത് ഗോപികൃഷ്ണൻ, അവിടെയും G ഉണ്ട്. കോമൺവെൽത്ത്, CWG, ഇപ്പോൾ KGB, കാവേരി ബേസിൻ, ഇതെല്ലാം തന്നെ അഴിമതിയുടെ ഉറവിടമല്ലേ? ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് 2 തരത്തിൽ കാണാം. നമുക്ക് ഡെവലപ്മെൻറ്റിൻ്റെ പോളിറ്റിക്സ് കാണാം, പോളിറ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റും കാണാം. ഞാൻ പറയുകയാണെങ്കിൽ പോളിറ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് പോളിറ്റിക്സുമായിട്ട് ഇൻ്റർട്വൈൻ ചെയ്ത് കിടക്കുകയാണ്. ഇപ്പോൾ വികസനം കൊണ്ട് ഇഷ്ടം പോലെ ആളുകൾക്ക് പണം കിട്ടുന്നു. ആ പണം രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാർ വിനിയോഗിക്കുന്നു. അതിലേ നടക്കുന്നത് കറപ്ഷൻ. ഇന്ത്യയുടെ വേൾഡ് ഇമേജ് തന്നെ തകരുന്നതിന് ഈ കറപ്ഷൻ നിസ്സാരമായൊരു പങ്കൊന്നുമല്ല വഹിച്ചിട്ടുള്ളത്. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയോട് എനിക്ക് ബഹുമാനമാണ് തോന്നുന്നത്. ഇന്ത്യ ഇത്രമാത്രം അണ്ടർ റേറ്റ് ചെയ്താൽ പോരാ. കാരണം ഇവിടെ കറപ്ഷനാണ് പ്രയോറിറ്റി, ഡെവലപ്മെൻറ്റിനല്ല. ഇതിനെന്ത് നമുക്കൊരു പരിഹാരം കാണാൻ കഴിയും?
ഈ അഴിമതി പോലും ഒരു പരിധിവരെ ഇതിൻ്റെയൊക്കെ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് തോന്നിപ്പോകും. കാരണം അത്രത്തോളം വലിപ്പം, അത് അഴിമതി നടത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, അതിന് സഹായകമായി നിൽക്കുന്ന ചില നിയമവ്യവസ്ഥകളെങ്കിലും അത് വെച്ച് നോക്കുമ്പോൾ ഈ പരിഷ്കാരങ്ങൾ ഒരുപക്ഷെ അഴിമതി ഉൽപ്പാദിപ്പിക്കുന്നതിലും അതിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിലും സഹായിച്ചു എന്ന് കരുതുന്നു. ഞാൻ അടുത്ത കാലത്ത് ഞാൻ എഴുതിയൊരു പുസ്തകം അത് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാനൊരു തിയറി വെച്ചിട്ടുള്ളത്, നമുക്ക് കേരളത്തെയും മറ്റു പല സംസ്ഥാനങ്ങൾ എല്ലാം അല്ല, മറ്റ് ചില സംസ്ഥാനങ്ങളെയും താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ ന്യൂട്രലായിട്ടുള്ളൊരു വ്യൂ എടുക്കുകയെന്നുണ്ടെങ്കിൽ, ഒരു 50 കോടി ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാക്കിയാൽ ആ രാഷ്ട്രീയ നേതാവിന് ഒരു അഴിമതിയിലൂടെ കേരളത്തിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതെന്തുകൊണ്ടാണ് അത് കേരളീയരുടെ പ്രത്യേക ഗുണമൊന്നുമല്ല. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തരത്തിലുള്ള ഡെമോക്രറ്റൈസേഷൻ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇല്ല. കേന്ദ്രത്തിൽ നമ്മൾ ആൾ ഇന്ത്യ തലത്തിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ഈ ലിബറലൈസേഷൻ കൊണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പരമാവധി 15 മുതൽ 20% വരെ പിടിക്കാവുന്ന ഒരു മധ്യവർഗത്തെയാണ്. മറിച്ച് കേരളത്തിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 50-55% വരുന്ന മിഡിൽ ക്ലാസ്. അപ്പോൾ ഈ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഡെമോക്രസിയെ മോഡേൺ ആക്കുന്നതിൽ, ഒരു ലിബറൽ ഡെമോക്രസി കൊണ്ടുവരുന്നതിൽ, അതിന് ലിബറൽ ഡെമോക്രസിയിൽ 2 ആക്റ്റീവ് എലിമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് എക്കോണമി ലിബറൽ ആക്കുക എന്നുള്ളൊരു എലിമെൻറ്റ്, മറ്റൊന്ന് ഡെമോക്രസി സ്ട്രെങ്തനിങ് ചെയ്യുക, റൂൾ ഓഫ് ലോ. ലിബറലൈസേഷൻ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഡെമോക്രാറ്റിക്കലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതുപോലെ തന്നെ റൂൾ ഓഫ് ലോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രെങ്തൻ ചെയ്യുക, അതൊരു വ്യക്തിക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലല്ല, മൊത്തത്തിലുള്ള സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന തരത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രെങ്തൻ ചെയ്യുക, റൂൾ ഓഫ് ലോ സ്ട്രെങ്തൻ ചെയ്യുക. ആ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. അത് ആൾ ഇന്ത്യ തലത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ, ഇപ്പോൾ ഈവൻ അരവിന്ദ് കെജ്രിവാൾ പോലും ഏതാണ്ട് അപ്രത്യക്ഷമായ. അപ്പോൾ ഈ രീതിയിൽ ആ ഒരു പ്രോസസ്സ് ഇന്ത്യയിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? ഞാൻ ഈ ഗ്രോത്ത് പ്രോസസ്സിൻ്റെ, ട്രാൻസിഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. ഈവൻ നമ്മളിപ്പോൾ ചൈന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഈ വളർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കോൺഫ്ലിക്ട്സ് അവിടെ ഉണ്ടാകുന്നു. പക്ഷേ എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും എല്ലാ വികസനവും എല്ലാം ഒരു 20-25% ആൾക്കാരുടെ ആ ഒരു മിഡിൽ ക്ലാസ്സിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. ഈവൻ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെ ചർച്ച പോലും അവരുടെ കൺസേൺ മാത്രമേ. പക്ഷേ ഈ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന അവർക്ക് പോലും വോട്ടിംഗ് പാറ്റേണെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. യു ക്യാൻ ഹാവ് എ കറപ്റ്റ് പൊളിറ്റീഷ്യൻ, യു ക്യാൻ ഹാവ് എ ഓൾ സോർട്സ് ഓഫ് തിങ്. പക്ഷേ നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളൊരു ലോങ് ടേം വ്യൂ എടുക്കുകയാണെങ്കിൽ, ഞാൻ എടുക്കുക, തീർച്ചയായിട്ടും ഒരു ലിബറൽ ഡെമോക്രസി ഇന്ത്യയിൽ, ഹെൽത്തി ലിബറൽ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാനൊരു ഐഡിയൽ എന്ന രീതിയിൽ കണക്കാക്കേണ്ടത്. ആ ലിബറൽ ഡെമോക്രസിയുടെ ഭാഗമായിട്ട് എക്കോണമി നമ്മൾ ആവശ്യമില്ലാത്ത തരത്തിലുള്ള റിജിഡിറ്റി പണ്ടത്തെ മാതിരി വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. വി ഹാവ് ടു ബി എനേബിളിങ് എക്കണോമിക് ആയിട്ടുള്ള പരിസരമായിരിക്കണം ഉണ്ടാകേണ്ടത്. പക്ഷേ അതിൻ്റെ നേട്ടം ഒരു 50-60% ആൾക്കാർക്കെങ്കിലും ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സംവിധാനം വേണം, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഉണ്ടാവണം. പക്ഷേ ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് ഒരു പ്രധാന കാരണം, ഇന്ത്യയിൽ എന്തുകൊണ്ട് ഒരു 50-55% ആളുകൾ ഇപ്പോഴും മിഡിൽ ക്ലാസ് ആകുന്നില്ല എന്നുള്ള ഒരു ഇതാണ്. അതിൽ എൻ്റെ ഒരു ഞാൻ ഇനി പറയുന്ന കാര്യം എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അതിലൊരു പ്രധാന കാരണമായി കാണുന്നത് നമ്മൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഫെയിലിയറാണ്. കാര്യം ഇപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്ന സംഭവങ്ങളാണ്. ഞാൻ ഇപ്പോഴും 9 കുട്ടികളുടെ ഒരു കുട്ടിയെപ്പോലും സ്കൂളിൽ അയക്കാത്ത, ഞാൻ പാവപ്പെട്ടവരല്ല, 5 ഏക്കർ പറമ്പുള്ള, ഇറിഗേറ്റഡ് പറമ്പുള്ള അച്ഛനും അമ്മമാരെയും ഞാൻ എൻ്റെ യാത്രകൾ